മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂൾ തുറക്കാൻ ഇനി ഒരു മാസം കൂടി. കുട്ടികളെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ അധികൃതർ. അറ്റകുറ്റപ്പണി നടത്തിയും പെയിന്റ് അടിച്ചുമൊക്കെ സ്കൂൾ മനോഹരമാക്കുന്ന തിരക്കിലാണ് മാനേജ്മെന്റ് സ്കൂളുകൾ. എന്നാൽ സർക്കാർ സ്കൂളുകളിൽ പ്രാഥമിക നടപടി പോലും ഇനിയും ആരംഭിച്ചിട്ടില്ലെന്നാണ് ആരോപണമുണ്ട്. 2023-24 വർഷത്തെ 10ാം ക്ലാസ് പരീക്ഷാഫലം 8-ന് പ്രസിദ്ധീകരിക്കാനിരിക്കെ 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടത്തുകയാണ്. മാനേജ്മെന്റ് സ്കൂളുകളാണ് അടിസ്ഥാന സൗകര്യം ഒരുക്കാനും സ്കൂൾ മോടി കൂട്ടുന്ന കാര്യത്തിലും മുന്നിൽ. തിങ്കളാഴ്ച മുതൽ പുതിയ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്ന നടപടികൾ ആരംഭിക്കുകയാണ്. അതിനു മുമ്പായി പണികൾ തീർത്ത് കുട്ടികളിൽ സ്കൂളിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനാണ് സ്കൂൾ അധികൃതർ വളരെ നേരത്തെ തന്നെ അറ്റകുറ്റപ്പണി നടത്തിയും പെയിന്റ് അടിച്ചും മനോഹരമാക്കുന്നത്. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അറ്റകുറ്റപ്പണികളും പെയിന്റ് അടിക്കലും അവസാന ഘട്ടത്തിലാണ്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെയിന്റിങ്, അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികൾ എന്നിവ പുരോഗമിച്ചു വരുന്നു. 2-ാം തീയതി റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഈ ദിവസം മുതൽ തന്നെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മാനേജ്മെന്റ് സ്കൂളുകൾ അറ്റകുറ്റപ്പണി ആരംഭിച്ച അവസാന ഘട്ടത്തിലെത്തിയിട്ടും ഇതുവരെയും സർക്കാർ സ്കൂളുകളിൽ പ്രാഥമിക നടപടി പോലും ആരംഭിച്ചിട്ടില്ല. കാടുപിടിച്ചും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾ പ്രവേശനം നേടാൻ തിങ്കളാഴ്ച മുതൽ എത്തുക. PTA വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ലെന്നും ആരോപണമുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.